നമസ്കാരം. നേരുമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ട് ദിവസങ്ങളായി. കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാൻ തയ്യാറാക്കാത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ നാട്ടുകാർ രോഷാകുലരാണ്. നേരുമംഗലം റേഞ്ച് ഓഫീസിന് മുന്നിൽ ദിവസങ്ങളായി ആന സ്ഥിരം കാഴ്ചയാണ്. പല സമയത്തും കാട്ടാന റോഡ് ക്രോസ് ചെയ്ത് ഗതാഗതം തടസ്സപ്പെടുത്തുന്നതും ഇവിടെ പതിവാണ്. കഴിഞ്ഞ ദിവസം 2 കൊമ്പനാനകൾ റോഡരികിൽ വെച്ച് കുത്തുകൂടുകയുണ്ടായെന്ന് സമീപവാസികൾ പറയുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വയോധിക ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട സംഭവം ഈ റേഞ്ചിൽ തന്നെയാണ് ഉണ്ടായത്. കാട്ടാന ശല്യം ഈ ഭാഗങ്ങളിൽ താമസിക്കുന്നവരുടെ ജീവിതം അരക്ഷിതാവസ്ഥയിൽ ആക്കിയിരിക്കുകയാണ്. കൂടാതെ റോഡരികിൽ കൂസലില്ലാതെ നിൽക്കുന്ന കാട്ടാനയെ കാണാനായി ടൂറിസ്റ്റുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം ആന നിൽക്കുന്നത് ഫോറസ്റ്റിനുള്ളിൽ ആണെന്നും ഈ കാരണം കൊണ്ട് ആനയെ തുരത്തുക എന്നത് പ്രായോഗികമല്ലെന്നുമാണ് നേരുമംഗലം റേഞ്ച് ഓഫീസർ ചിന്മയ ന്യൂസിനോട് പറഞ്ഞത്. നമ്മുടെ ഈ പ്രദേശത്ത് ആന വന്നിട്ട് ഇപ്പോൾ 5 ദിവസത്തോളെ റേഞ്ച് ഓഫീസറിൻ്റെ മുറ്റത്തൂടെയാണ് ഈ ആന ഇറങ്ങി വരുന്നത്. റേഞ്ച് ഓഫീസർ ഈ ആന റോഡ് ക്രോസ് ചെയ്ത് നിരവധി വാഹനങ്ങളൊക്കെ ഇതിൽ പോകുന്ന സമയത്തിൽ ആന ഈ ആളുകളെ ജീവനും സ്വത്തിനും ഒക്കെ ഭീഷണിയായി നിൽക്കുന്ന സാഹചര്യം. ഈ ആനയെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടപ്പോൾ അവർ പറയുന്നത് അവരുടെ പ്രോപ്പർട്ടിയിലാണ് ആന നിൽക്കുന്നത്, ജനങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല, ആനയെ സംരക്ഷിക്കണം എന്ന ഒറ്റ നിലപാടിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടിന് ഞങ്ങൾക്ക് പറയാനുള്ളതെന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് RRTനെ ഉപയോഗിച്ച് ഈ ആനയെ ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ വൻ പ്രക്ഷോഭം സംഘടിപ്പിക്കും. റേഞ്ച് ഓഫീസറെ ഉപരോധിക്കുന്ന രീതിയിലേക്ക് ഞങ്ങൾ പോകുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. അപ്പോൾ ഈ നിലപാട് കാരണം ഞങ്ങളുടെ ഈ ജനങ്ങൾ ഇവിടുന്ന് നാട് വിട്ടു പോകുന്ന സാഹചര്യം നിലവിലുണ്ട്. അത് മാറ്റി ഞങ്ങൾക്കൂടെ സ്ഥിരമായി താമസിക്കാനുള്ള സംവിധാനം ഈ റേഞ്ച് ഓഫീസർ ഇവിടെ വനമുണ്ടെന്നും പറഞ്ഞ് ആനയുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കാണ്ടിരിക്കാൻ പറ്റുന്ന സാഹചര്യമാണത്. അപ്പം നിലവിൽ റേഞ്ച് ഓഫീസർ ഇടപെട്ട ഈ ആനയെ ഇവിടുന്ന് മാറ്റുന്നതിനുണ്ട് ഇടപെടൽ നടക്കണം. അതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ പറയാനുള്ളത്. ഞങ്ങൾ ഒത്തിരി നാട്ടുകാരോട് താമസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ തന്നെ ഞങ്ങൾക്ക് വഴി നടക്കാൻ പറ്റില്ല. ഇപ്പോൾ ആന തടഞ്ഞിട്ട് ഇന്നലെ ഇവിടെ ആന ഉണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് ഈ നേരെ ക്രോസ് ചെയ്ത് ആന ഓടിപ്പോയായിരുന്നു. ആളുകളൊക്കെ മാറി ഓടി, ബസ്സൊക്കെ തടഞ്ഞ് നിർത്തിയാക്കാറുണ്ട്. ഇവിടെ അങ്ങനൊരു പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്.